നീലാഞ്ജനസമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡസംഭൂതം തം നമാമി ശനൈശ്ചരം. നീലാഞ്ജന സമാനാഭം എന്നും പറയാം, സമാഭാസം എന്നും പറയും. ഭ, ആഭ ഇത് രണ്ടും ഒരേ അർത്ഥമാകുന്നു, ശോഭ എന്നർത്ഥമാണ്. പലപ്പോഴും പലരും ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ സമാഭാസം ശരിയാണ് അല്ലെങ്കിൽ സമാനാഭം ശരിയാണെന്ന് പറയാറുണ്ട്. പലരും നമ്മളോട് തർക്കിക്കാറുണ്ട്. രണ്ടും ഒരേ അർത്ഥമാണ്, നീലാഞ്ജന സമാനാഭം അഥവാ സമാഭാസം. അപ്രകാരം തന്നെ ശ്ലോകത്തിൻ്റെ അവസാന ഭാഗത്ത് തം നമാമി ശനൈശ്ചരം എന്ന് പറയാം, തം നമാമി ശനീശ്വരം എന്ന് പറഞ്ഞാലും തെറ്റില്ല. ശനൈഹി ചരതി ഇത് ശനൈശ്വര, സാവധാനം സഞ്ചരിക്കുന്ന ആളാണ് ശനൈശ്വര, ശനി അല്ലെങ്കിൽ ശനീശ്വര. ശനി എന്ന ഈശ്വരൻ അതിന് വളരെ ബലമാണ്. നവഗ്രഹത്തിൽ ശനിക്ക് മാത്രമേ ഈശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ. നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം, മാസങ്ങളായി ശനി വക്രിയായി സഞ്ചരിക്കുകയായിരുന്നു. മീനൻ രാശിയിലാണ് ശനി. പക്ഷേ ശനിയുടെ വക്രഗതി പലർക്കും വളരെയധികം ഗുണമായിട്ടുണ്ടാകാം. കണ്ടകശനി, ഏഴര ശനി കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല പ്രേക്ഷകർക്കും ഈ ശനിയുടെ വക്രഗതി വളരെയധികം നന്മകളെ പ്രദാനം ചെയ്തിരിക്കാം. ഇവിടെ ശനി വക്രം കഴിയുകയാണ്. നവംബർ 28 ശനി വക്രം കഴിഞ്ഞ് മീനൻ രാശിയിലേക്ക് തന്നെ ശക്തമായി ആ വക്രത്തിലുള്ള നക്ഷത്രം കഴിഞ്ഞ് വീണ്ടും മീനൻ രാശിയിൽ തന്നെയാണുള്ളത്. മീനത്തിൽ നിന്നും കുംഭത്തിലേക്ക് വക്രവും വന്ന് പോയിട്ടൊന്നുമില്ല, മീനൻ രാശിയിൽ തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹം സൈലൻ്റായി തൻ്റെ വക്രസ്ഥിതി ചെയ്തിരുന്നു. വക്രമുള്ള ഗ്രഹം വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യുമെന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ പലർക്കും ഈ ശനിയുടെ വക്രകാലം ഗുണം ചെയ്തിരിക്കാം. ഇനി ശനി വീണ്ടും തൻ്റെ ആ പഴയ പ്രതാപം അല്ലെങ്കിൽ പ്രതാപമില്ലായ്മ സംഭാവന ചെയ്യും പല രാശിക്കാർക്കും പല രീതിയിൽ. കാരണം ശനിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ദുഃഖങ്ങളും ക്ലേശങ്ങളും, മരണം, പാതിത്യം, വീഴ്ച, ഡിപ്രഷൻ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് ശനി എന്നറിയുക. വളരെയധികം ക്ലേശങ്ങൾ ശനി ഉണ്ടാക്കും. ശശമഹായോഗം ചെയ്യുന്ന ഗ്രഹമാണ് ശനി. ശിവനെപ്പോലും വിറപ്പിച്ച ആളാണ് ശനി. നീതിയും ന്യായവും ഒക്കെ ശനിക്കുമുണ്ട്. സൂര്യപുത്രനാണ് ശനി. ജനിക്കുമ്പോൾ തന്നെ തൻ്റെ പ്രതാപം കാരണം തൻ്റെ പിതാവായ സൂര്യൻ്റെ മുഖം കരിവാളിച്ചു പോയി. അതിനുശേഷം മകനെ കാണാൻ സൂര്യൻ നിന്നില്ല. അത്ര ശക്തമാണ് ശനി. അതുകൊണ്ടാണ് ശനി ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ ശനി ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ 2.5 വർഷം സമയമെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും മന്ദഹ, അലസഹ എന്ന നാമങ്ങളിലൊക്കെ ശനി അറിയപ്പെടുന്നത്. വളരെ സാവധാനമാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം. അതുകൊണ്ട് പലപ്പോഴും ശനി ലഗ്നത്തിലുള്ള വ്യക്തിക്ക് വളരെ സാവധാനമായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. പലപ്പോഴും കുളിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. ഞാൻ ബോംബെയിൽ 2 ദിവസം വരെ വീട്ടിൽ ജാതകം നോക്കി. 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അവന് ലഗ്നത്തിൽ ശനിയാണ്. വളരെ അലസനാണ്. അവന് എഴുന്നേൽക്കില്ല. കുളിക്കാൻ വലിയ പ്രയാസമാണ്. പക്ഷേ ആ ശനി തന്നെ ആ ബ്രാഹ്മണ കുട്ടിയാണ്. മഹാരാഷ്ട്ര ബ്രാഹ്മണൻ ഫാമിലിയിലുള്ള കുട്ടിയാണ്. ആ കുട്ടി പ്രായത്തിലും രുദ്രവും ചമകവും ഒക്കെ ജപിക്കുന്നു. ഹനുമാൻ ചാലീസ ബൈഹാർട്ടാണ്. കേവലം 9-10 വയസ്സുള്ള കുട്ടിക്ക്. അതാണ് ശനി സ്പിരിച്വൽ ഒരു വ്യക്തിയെ പൂർണ്ണതയിലേക്ക് എത്തിക്കും. അലസത ഉണ്ടാകാം, പക്ഷെ അവിടെയും ആ ശനി ഏത് ഭാവത്തിൽ നിൽക്കുന്നു അവിടെയാണ് ആ ശനിയുടെ പ്രത്യേകത. തുലാത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന ശനി രാജയോഗം പ്രദാനം ചെയ്യും. അപ്രകാരം മകരകുംഭങ്ങളിൽ നിൽക്കുന്ന ശനി വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. അപ്രകാരം തന്നെ വ്യാഴക്ഷേത്രമായ ധനുവിലും മീനത്തിൽ നിൽക്കുന്ന ശനിക്ക് വളരെയധികം പ്രാമുഖ്യം പറഞ്ഞിട്ടുണ്ട്. ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ 5ാം ഭാവത്തിൽ ശനി വരുമ്പോൾ പഠനത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലൊക്കെ നിൽക്കുന്ന ശനി ഭാവനാ വിലാസം ഒരു വ്യക്തിക്ക് പ്രദാനം ചെയ്യും. ആത്മീയമായ ഉണർവ് ആ വ്യക്തിക്ക് പ്രദാനം ചെയ്യുമെന്ന് നിങ്ങൾ പ്രത്യേകിച്ച് അറിയുക. അപ്രകാരം മേൽപ്പറഞ്ഞ രാശികളിൽ ശനി കർമ്മസ്ഥാനം 10ാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ അയാൾ കർമ്മകുശലനായിരിക്കാം. പക്ഷെ മറ്റു പല രാശികളിലും വരുമ്പോൾ അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടുകൾ കർമ്മമേഖലയിൽ അനുഭവിക്കുന്നതും നമുക്ക് കാണാം. ഏതായാലും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴാണ് ശനി തൻ്റെ നീചക്ഷേത്രമായ മേടത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നുകൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. 23/2/2028 ശനി
മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് തൻ്റെ നീചക്ഷേത്രത്തിൽ. അതുവരെ ശനി മീനൻ രാശിയിൽ തന്നെയാണ്. അതിനാൽ നമുക്ക് ചിന്തിക്കാം, ഈ ശനി, കണ്ടകശനി, ഏഴരശനി മുതലായവ മൂലം പ്രയാസപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ശനിയുടെ പൊസിഷനിൽ എപ്രകാരം ചാരവശാലുള്ള ഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക ചതയം, പുരൂരുട്ടാതി നക്ഷത്രങ്ങൾ വരുന്ന 2 കാൽ നക്ഷത്ര സമൂഹം. ഇവിടെ ഇപ്പോഴും ഏഴരശനി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആരെയും? കുംഭൻ രാശിക്കാർ. അവർക്കിപ്പോൾ ജന്മശനി കഴിഞ്ഞ് ശനി 2-ലാണ്. ജന്മശനിയുടെ കാഠിന്യം കഴിഞ്ഞൊരു ആശ്വാസമുണ്ട്. എങ്കിലും 2-ാം ഭാവത്തിൽ ഏഴരശനി ബാക്കിയുണ്ട്. 2028 ഫെബ്രുവരി 23 വരെ ഈ ഏഴരശനി അവർക്കുണ്ട്. അതിനാൽ കൂടുതൽ ശ്രദ്ധിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് വിഷയത്തിൽ പ്രത്യേകിച്ച് ഭൂരിദ്രവ്യോ നൃപഹൃതനി ഭക്തരോഗി ദിതി എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. നേത്രസംബന്ധമായ രോഗങ്ങൾ വരും. പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടും. അതിനാൽ എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും ഭൂമി ബാങ്കിൽ വെച്ച് പണയപ്പെടുത്തിയൊക്കെ ബിസിനസ് ചെയ്താൽ അത് തിരിച്ചെടുക്കാൻ പറ്റാതെ ജപ്തി ഭീഷണിയെ നേരിടും. വളരെ ശ്രദ്ധിച്ചുകൊള്ളു. ഉള്ള ബിസിനസ് മതി, വ്യാപാരം മതി. നമുക്ക് ഏഴരശനി കഴിയട്ടെ, എന്നിട്ട് വ്യാപാരത്തിലേക്ക് സജീവമായിട്ട് ഇറങ്ങാം. അതുവരെ ശ്രദ്ധിക്കുക. ഭൂരിദ്രവ്യ, ധാരാളം ധനം വരും. നൃപഹൃത ധനി, രാജാവ് തന്നെ ധനം കൊണ്ടുപോകും. അതിങ്ങനെയാകാം. അല്ലെങ്കിൽ വലിയ ടാക്സൊക്കെ കൊടുക്കാൻ വെട്ടിപ്പ് നടത്തി അവസാനം ബാങ്ക് ED തന്നെ കാശോ ഒക്കെ കൊണ്ടുപോകും. അതിനാൽ ധനവിഷയത്തിൽ ചാഞ്ചല്യം പാടില്ല എന്നർത്ഥം. ചമത്കാരി ചിന്താമണിയിൽ പറഞ്ഞ ഫലം സുഖാപേക്ഷയെ വർജിതോസോ കുടുംബാൻ. തൻ്റെ സുഖത്തിന് വേണ്ടി തന്നെ വീട് വിട്ടുപോകും, സുഖത്തിന് വേണ്ടി. അതിനാൽ ഒന്നിച്ച് താമസിക്കുന്ന ജോയിൻറ്റ് ഫാമിലിയൊക്കെ താമസിക്കുമ്പോൾ തനിക്കൊരു മാറ്റം ആഗ്രഹിക്കുക. ഭാര്യയും കൂടി സമ്മതിക്കും, ഭാര്യയും കൂടി പറയും. ഉടനെ വീട് വിട്ടു പോകും. എന്നിട്ട് അവസാനം കഷ്ടപ്പെടും, തിരിച്ചു വരേണ്ടി വരും. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. തൻ്റെ പദവി, പൊസിഷൻ, ധനം, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇത് നോക്കി മുന്നോട്ട് നീങ്ങണം. ഇല്ലെങ്കിൽ താൻ ബുദ്ധിമുട്ടും. പാപേ വിത്തകതയെ സ്വപൂർവ്വ നിഹിത ദ്രവ്യക്ഷയ, തന്നെ പൂർവികമായി താനുണ്ടാക്കിയ കാശ് മുഴുവൻ നഷ്ടപ്പെടും. പല കാര്യങ്ങൾക്ക് വെച്ച കാശൊക്കെ ഇങ്ങനെയുള്ള കലാപരിപാടികൾ നടത്തുമ്പോൾ എല്ലാം നഷ്ടപ്പെടും. ഭക്തരുടെ മുഖത്ത് രോഗം വരും. ഭർത്തവ്യാമയ, കുടുംബത്തിൽ രോഗമുണ്ടാകും. എപ്പോഴും കുടുംബത്തിൽ രോഗമുണ്ടായി മാനസിക പ്രയാസങ്ങൾ വരും. ദക്ഷിണ അമ്പകരുച, വലത്തെ കണ്ണിനെ ശ്രദ്ധിക്കണം. ദുഷ്ടോക്തി, അനാവശ്യമായ വാഗ്വാദങ്ങൾ ആരോടും പറയില്ല, ആരോടും പറയാൻ പാടില്ല. തൻ്റെ വാക്കിലൂടെ തനിക്ക് ധാരാളം ശത്രുക്കളെ വരും. അതിനാൽ വാക്ക് വളരെ നിയന്ത്രിക്കുക. പാത്രക്ഷതി, വിഭവങ്ങൾ നശിക്കും. അതിനാൽ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ ശനി ബുദ്ധിമുട്ടുണ്ടാകും. ഏഴരശനിയുണ്ട്. ഇവിടെ പ്രാർത്ഥന ഓം ശം ശനീശ്വരായ നമഃ, അല്ലെങ്കിൽ ഓം ഹം ഹനുമതേ നമഃ. അന്നദാനം ചെയ്യുക. ഇതിലൂടെ ദോഷങ്ങൾക്കൊക്കെ വലിയൊരു മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ വരട്ടെ കുംഭൻ രാശിക്കാർക്കെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.